ലയോ 14 പുതിയ മാർപ്പാപ്പ. ആഗോള കത്തോലിക്ക സഭയിലെ 267 മാർപ്പാപ്പയായി കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ് തെരഞ്ഞെടുക്കപ്പെട്ടു. അദ്ദേഹം ലയോ 14 എന്ന നാമമാണ് സ്വീകരിച്ചിരിക്കുന്നത്. 2025 മെയ് 7 ആരംഭിച്ച കോൺക്ലേവിലാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത്. വോട്ടവകാശമുണ്ടായിരുന്ന 133 കർദിനാൾമാരായിരുന്നു കോൺക്ലേവിൽ സംബന്ധിച്ചത്. 2013 മാർച്ച് 13 മുതൽ ആഗോള കത്തോലിക്ക സഭയുടെ തലവനായിരുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പ 2025 ഏപ്രിൽ 21 മരണമടഞ്ഞതോടെയാണ് പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള സാഹചര്യം ഉളവായത്. കത്തോലിക്ക സഭയിലെ 266 മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. 140 കോടിയോളം അംഗസംഖ്യയുള്ള ആഗോള കത്തോലിക്ക സഭയുടെ ആത്മീയ ആചാര്യൻ മാത്രമല്ല, ലോകത്തിന്റെ ധാർമ്മിക ശബ്ദവും ഐക്യത്തിന്റെ അടയാളവുമാണ് മാർപ്പാപ്പ. ലോക നേതാക്കൾക്കിടയിലെ ധാർമ്മികതയുടെയും ആത്മീയതയുടെയും ശബ്ദമാണ് പാപ്പാസ്ഥാനം. അപ്പസ്തോല സംഘത്തലവനും അന്ത്യോക്യയിലെയും റോമിലെയും സഭാസ്ഥാപകനും ആദ്യ മാർപ്പാപ്പയുമായ പത്രോസ് സഹോദരൻ അന്ത്രയോസുമൊത്ത് ഗലീലി കടലിൽ വല വീശിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്നെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാമെന്ന വിളി യേശുവിൽ നിന്ന് ലഭിക്കുന്നത്. സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ പത്രോസിന് നൽകുമെന്ന യേശുവിന്റെ വാക്കുകളിൽ നിന്നാണ് താക്കോലേന്തിയ പത്രോസിന്റെ ചിത്രം രൂപപ്പെടുന്നത്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നത്, പത്രോസിലൂടെ സഭ മുഴുവനും സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയിരിക്കുന്നുവെന്നാണ്. ക്രിസ്തു പത്രോസ്ലീഹായെ ഭരമേൽപ്പിച്ച അജപാലന ദൗത്യം, പീഡാനുഭവവും അധികാര സ്ഥാനങ്ങളും നവീകരണവും ഒക്കെ സംഭവിച്ച് ഈ പുതിയ പാപ്പയിൽ എത്തി നിൽക്കുന്നു. പുരാതന റോമിലെ കാറ്റകോമ്പുകളിൽ നിന്ന് പത്രോസിന്റെ ബസിലിക്കയിലെ ബാൽക്കണിയിൽ പ്രത്യക്ഷപ്പെടുന്ന ഈ സ്ഥാനം ചരിത്രത്തിന്റെയും വിശ്വാസത്തിന്റെയും 2 സഹസ്രാബ്ദ നാൾ വഴികൾ താണ്ടി നമ്മുടെ മുൻപിൽ സജീവമായി നിലനിൽക്കുകയാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രം 2 സഹസ്രാബ്ദത്തോളം അണമുറിയാതെ സഭയെ നയിച്ച മാർപ്പാപ്പമാരുടെ ചരിത്രവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പസ്തോല സംഘത്തിന്റെ തലവൻ എന്ന നിലയിൽ പത്രോസ് ലേഖയ്ക്ക് ലഭിച്ച അധികാരാവകാശങ്ങൾ മാർപ്പാപ്പയിലൂടെ ഇന്നും സഭയിൽ തുടരുന്നു. പുതിയ പാപ്പയ്ക്ക് അഭിനന്ദനങ്ങൾ. വീവായിൻ പാപ്പ. പാപ്പ നീനാൾ വാഴട്ടെ.